ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കനിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ചിക്കൻ റെസിപ്പിയാണ്. ഇതാണ് പട്യാല ചിക്കൻ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരേ ടൈപ്പിൽ തന്നെ ചിക്കൻ ഉണ്ടാക്കിയിട്ട് നമ്മൾക്കൊന്ന് വ്യത്യാസമായിട്ട് ഉണ്ടാക്കുമെന്ന് തോന്നുന്ന ടൈമിൽ ഉണ്ടാക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒന്നും ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. എന്നാലും ഇടയ്ക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചെറിയ 2 കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് ചേർത്തത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും, 1 ടീസ്പൂൺ ചതക്കണമെന്നില്ല, ചെറുതാക്കി നുറുക്കിയാലും മതി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഒന്നും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 സവാള ചെറുതാക്കി നുറുക്കിയത്, ഇങ്ങനെ കുനുകുനാന്ന് നുറുക്കിയത്, അതാകുമ്പോൾ വേഗം വഴന്ന് കിട്ടും. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഇങ്ങനെ ഒരു പരിവായി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതാക്കി നുറുക്കിയ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് പിന്നെയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ. ഇത് ഒരു 2-3 സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് കുറച്ച് സ്റ്റെപ്പുകൾ കുറച്ച് കൂടുതലുള്ള ഒരു ഇതാണ്. എന്നാലും ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ഒരു ഹാഫ് പോർഷൻ നമ്മളെടുത്ത് മാറ്റി വെക്കണം. ഇത് നമുക്ക് ഇനി ഗ്രേവി ഉണ്ടാക്കുന്നതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഹാഫ് പോർഷൻ ഇപ്പം മാറ്റി വയ്ക്കുക. ബാക്കി ഹാഫ് പോർഷനെ നമുക്ക് ഇപ്പോഴത്തെ ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഹാഫ് മതി. ആ ഹാഫിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് യോജിപ്പിച്ചിട്ട് നമ്മൾ പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് മതിയാവും. 1-2 ചെറുതാണെങ്കിൽ നമ്മൾ 2 എടുക്കാം. എന്നിട്ട് അത് ചെറുതാക്കി നുറുക്കിയ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു മീഡിയം തീയിലിട്ട് കൊടുത്താൽ മതി. ഇടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് നോക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. അപ്പോൾ ഇതൊരു ഭാഗത്ത് അങ്ങനെ വേവട്ടെ. ഇനി നമുക്ക് വേറൊരു ഗ്രേവിയും കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാം. അടുത്തതായിട്ട്
അതിന് വേണ്ടിയിട്ട് ഒരു പാന് നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുക്കണം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ അധികം ചെറിയ ജീരകം ചേർക്കുമല്ലോ, അപ്പോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ചെറുതാക്കി നുറുക്കിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുതാക്കി നുറുക്കിയ ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. അതൊരു ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളി ആകാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കൈപ്പിടിയിൽ ഉള്ള ഒരു മല്ലിയില, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചില്ലി ചിക്കനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യില്ലേ, അതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ഒരു സവാള, അതായത് അതിൻ്റെ ഇതളുകളൊക്കെ അടർത്തിയിട്ട് ഇങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യുമല്ലോ, അതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ഒരു സവാള ഇട്ടിട്ട് അത് ഇട്ടിട്ട് അധികം നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു ക്യാപ്സിക്കം, ചെറിയൊരു ക്യാപ്സിക്കം അതേപോലെ തന്നെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നാപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സവാള വഴറ്റിയത്, അത് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. പിന്നെ നമ്മളൊരു 10-12 കശുവണ്ടി നമ്മൾ ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് നന്നായി പോലെ മിക്സിയിൽ അരച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ വേഗം തന്നെ അരച്ചെടുക്കാൻ പറ്റും. ഇനി അഥവാ അങ്ങനെ നമ്മൾ മറന്ന് പോവുകയാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് കുറച്ച് സമയം വെച്ചിട്ട് ഒന്ന് വേഗം അരച്ചെടുത്താൽ നമുക്ക് വേഗം അരഞ്ഞു കിട്ടും. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല റിച്ച് ആയിരിക്കും, അപ്പോൾ നല്ല ഗ്രേവി. അത് അങ്ങനെ ചേർത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. ഈ സമയം നമ്മൾ ചിക്കൻ വെന്തോ എന്നുള്ളതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ചിക്കൻ ഒരുവിധം വേവായിട്ടുണ്ട്. കണ്ടപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ചിക്കനിലേക്ക്, ഈ വേവായ ചിക്കനിലേക്ക് നമ്മളിപ്പോൾ തന്നെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഗ്രേവിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ആ ഗ്രേവി ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചിക്കനും ഈ ഗ്രേവിയും എല്ലാതും കൂടി നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്, നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കാര്യങ്ങൾ കൂടി മാത്രമേ ചേർക്കാനുള്ളൂ. നമ്മുടെ കറി ഇപ്പോൾ റെഡിയാകും. അപ്പോൾ ഇതായിട്ടുള്ള ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഗരം മസാല, അതൊരു 1/2 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കസൂരി മേത്തി കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി, പട്ടിയാല ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. പക്ഷെ ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചപ്പോൾ
അതിൽ ഇവർ ഓംലെറ്റും കൂടി ചേർത്തിട്ടാണ് അവർ സെർവ് ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇവിടെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒരു മുട്ടയിലേക്ക് ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, ഇത് വേണമെന്നില്ല. പിന്നെ ഇതും കൂടി വരുമ്പോൾ ആ കറിയുടെ ഇടയിൽ ഈ ഓംലെറ്റും കൂടി ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ചേർക്കേണ്ടത്. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നല്ല ചൂടുള്ള കറി പട്ടിയാല ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് സ്റ്റെപ്സ് കൂടുതലുണ്ട്, കുറച്ച് പണിയൊക്കെ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് ഞാൻ ഉറപ്പ് തരണം. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വിളമ്പുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിന് ഓംലെറ്റ് മുകളിൽ ഇടുകയോ അല്ലെങ്കിൽ താഴെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കറി വയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണിത്. ഇത് ശരിക്കും നാൻ, റൊട്ടി, പൊറോട്ട, കുബൂസ് ഇതിൻ്റെ കൂടെയൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ചേരുന്നത്. അപ്പം ഞാനിവിടെ പൊറോട്ടയുടെ കൂടെയാണ് കേട്ടോ ഇത് സെർവ് ചെയ്തത്. അപ്പം സെർവ് ചെയ്യാൻ സമയത്ത് കുറച്ച് മല്ലിയില മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം അതും കൂടി മുകളിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഡിഷ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.